അങ്കണവാടി ഉദ്ഘാടനത്തിന് തുക അനുവദിച്ച മുൻ എം.പി. സുരേഷ് ഗോപിയെ അവഗണിച്ചതിനെ തുടർന്ന് ജനകീയ ഉദ്ഘാടനം നടത്തി ബി.ജെ.പി. പാലക്കാട് അകത്തേത്തറ പണ്ടാരക്കളം അങ്കണവാടിയുടെ ഉദ്ഘാടനത്തിൽ നിന്നാണ് സംസ്ഥാന വിഹിതത്തേക്കാൾ കൂടുതൽ തുക നൽകിയിട്ടും സുരേഷ് ഗോപിയെ ഒഴിവാക്കിയത്. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉദ്ഘാടനം പറഞ്ഞ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അതിൽ മുഴുവൻ രാഷ്ട്രീയം മാത്രം കലർത്തിക്കൊണ്ട് ഒരു ഉദ്ഘാടനമാണ് അവിടെ എം.എൽ.എ. പ്രഭാകരൻ ഇവിടെ വന്ന് നിർവഹിക്കാൻ പോകുന്നത്. പക്ഷേ അത് തീർത്തും ഒരു രാഷ്ട്രീയ ഉദ്ഘാടനം മാത്രമായിരിക്കും. യഥാർത്ഥത്തിലുള്ള ജനകീയ ഉദ്ഘാടനം ഇന്ന് ഇവിടെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. 5 ലക്ഷം രൂപ തൊഴിലുറപ്പ് ഫണ്ടും പഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്ന് 3 ലക്ഷവും ICDS ഫണ്ടിൽ നിന്ന് 2 ലക്ഷവും ഒപ്പം മുൻ രാജ്യസഭാ MP സുരേഷ് ഗോപിയുടെ ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപയും ഉപയോഗിച്ചായിരുന്നു പണ്ടാരക്കളത്തെ അംഗൻവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നാൽ ഉദ്ഘാടനം എടുത്തപ്പോൾ അംഗൻവാടിക്കായി ഏറ്റവും അധികം തുക നൽകിയ സുരേഷ് ഗോപിയെ CPM ഭരിക്കുന്ന പഞ്ചായത്ത് ചടങ്ങിന് ക്ഷണിച്ചില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഉദ്ഘാടനം നടക്കുന്നതിന് ഒരു ദിവസം മുൻപ് BJP ജനകീയ ഉദ്ഘാടനം നടത്തിയത്. ഇവിടുത്തെ പൊതുജനങ്ങളുടെ വികാരം കണക്കിലാക്കിക്കൊണ്ടത് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി MP കൂടി ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാനും മറ്റുള്ളവരും ചേർന്നിട്ട് ഒരു നിവേദനം കൊടുക്കുകയുണ്ടായി. ഇവിടുത്തെ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് തീർത്തും അതിനെ അവഗണിക്കുന്ന രീതിയിലൊരു സമീപനം ഉണ്ടാവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ള സംഘാടക സമിതി രൂപീകരണത്തിലും പ്രസിഡന്റ് വന്നപ്പോൾ പോലും ഈ ഒരു ഫണ്ടിനെക്കുറിച്ച് സുരേഷ് ഗോപി MP തന്നിട്ടുള്ള ഫണ്ടിനെക്കുറിച്ച് പറയുവാനോ ഒന്നും യാതൊരു വിധത്തിലുള്ള അവരുടെ ഭാഗത്തുനിന്ന് ഒരു സമീപനം ഉണ്ടായിരുന്നില്ല. ഒരു സാമാന്യ മര്യാദയ്ക്ക് പോലും അവരെ ഈ രീതിയിൽ ക്ഷണിക്കാനോ കാര്യങ്ങളോ പോലും മുതിരുന്നുണ്ടായിരുന്നില്ല. സുരേഷ് ഗോപിയെ അവഹേളിക്കുന്ന തരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയ സമീപനം ഉണ്ടായെന്നും BJP ആരോപിക്കുന്നു. എന്നാൽ MP നൽകിയതിനേക്കാൾ കൂടുതൽ ഫണ്ട് സംസ്ഥാന വിഹിതമായി അംഗൻവാടിക്കായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും നിലവിൽ MP അല്ലാത്തതിനാലാണ് സുരേഷ് ഗോപിയെ ക്ഷണിക്കാതിരുന്നത് എന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. 24 പാലക്കാട്.